ഏവർക്കും സ്വാഗതം. കെവിൻ ഒരു സാധാരണ കുടുംബത്തിലെ ബുദ്ധിമാനായ യുവാവായിരുന്നു. പട്ടണത്തിലെ കോളേജിൽ ചേർന്നപ്പോൾ തന്നെ അവന് കുറെ പുതിയ കൂട്ടുകാരെ ലഭിച്ചു. ഈ പുതിയ കൂട്ടുകാരിൽ നിന്ന് പലപ്പോഴായിട്ട് അവന് പുതിയ ചില വസ്തുക്കൾ ലഭിച്ചു തുടങ്ങി. ഈ കിട്ടിയതായ വസ്തുക്കൾ താൻ അല്പാൽപമായിട്ട് രുചിക്കുവാനായിട്ട് ആരംഭിച്ചു. കൂട്ടുകാരോടുള്ളതായ സഹകരണവും കൂട്ടുകാരുടേതായ ആ കരുതലും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്കൊരു പ്രത്യേക അനുഭൂതി തനിക്ക് അനുഭവവേദ്യമായി തീരുവാനിടയായി. അതിനുശേഷം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആദ്യം അല്പാൽപമായിട്ടാണ് ഈ വസ്തുക്കളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് വന്നപ്പോൾ അത് ക്രമത്തിനധികമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതോടെ കെവിൻ ഇപ്പോൾ ക്ലാസ്സിൽ കയറാറില്ല. വീട്ടുകാരുമായിട്ടുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. ഒരു ദിവസം കെവിനെ എടുത്തുകൊണ്ട് തൻ്റെ കൂട്ടുകാര് പട്ടണത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ കൂടി അഡ്മിറ്റാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ലഹരിയുടെ വിഷം ശരീരമാസകലം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ കുട്ടിക്ക്. ഉടനെ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. പലപ്പോഴായിട്ടുള്ള പല പരീക്ഷണങ്ങൾ നടത്തി, പല പരിശോധന നടത്തി. പക്ഷേ ഒരു വിധത്തിലും ഫലം ചെയ്യുന്നില്ല. ഇവനെ ശുശ്രൂഷിച്ചുകൊടുത്തതായ ഒരു നേഴ്സ് ഒരു ദൈവവിശ്വാസി ആയിരുന്നതുകൊണ്ട് ഈ കെവിനോട് പറഞ്ഞു, കെവിൻ, മരുന്നിനോട് നിന്റെ ശരീരം പ്രതികരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ ശരീരം നശിപ്പിക്കുവാൻ നമുക്ക് പ്രമാണമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കും. ഇപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ശരീരത്തിന് ഉത്തരവാദിത്വം ദൈവത്തിനായതുകൊണ്ട് ദൈവത്തിന്റെ ശരീരത്തെ ദൈവം നൽകിയതായ ദാനമായി നൽകിയതായ ഈ മന്ദിരത്തെ നശിപ്പിച്ചതാണ് ഈ സംഭവത്തിനൊക്കെ കാരണമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു ബൈബിൾ തരാം. ആ ബൈബിൾ അവന് കൊടുത്തു. ആ ബൈബിൾ വായിച്ച് നീ പ്രാർത്ഥിക്കുക, രക്ഷപ്പെടുവാനായിട്ട് കഴിയുമെങ്കിൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. അതിനുശേഷം ആ നേഴ്സ് കടന്നുപോയി. ഇവൻ ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം താൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല. പഴയ എൻ്റെ കൂട്ടുകാരെ മുഴുവൻ ഞാനിതാ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ആ ബന്ധം അവസാനിപ്പിച്ചു. അതിനുശേഷം ഇതെന്നറിയാവോ, താൻ പ്രാർത്ഥനയിൽ താൻ വ്യാപരിച്ചു. മാത്രമല്ല ഇവൻ പുതിയ ചില കൂട്ടുകാരെ, ആത്മീയരായിരിക്കുന്ന സൽസ്വഭാവികളായ ചില കൂട്ടുകാരെ തനിക്ക് ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ശ്രദ്ധിക്കണേ, ഇവൻ ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടുവാനിടയായി. പിന്നെ ഇവന് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ലഹരി ഉപയോഗിച്ച് ഇതുപോലെ നടക്കുന്നതായ പലരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ കൗൺസിലിംഗ് നടത്തുന്ന ഒരു നല്ല കൗൺസിലറായി തീരുവാൻ കെവിന് സാധിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ, ദൈവമാണ് അവനെ രക്ഷിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ശരീരം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് നീ മുന്നേറിയാൽ നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്